ഭരിച്ച UDF ഗവൺമെന്റ് എന്തായിരുന്നു കേരളത്തിന്റെ അനുഭവം? അത് എത്രത്തോളം തകർച്ചയുണ്ടാക്കി? അവിടുന്ന് 2016 LDF ഗവൺമെന്റ് വന്നപ്പോൾ 21 വരെ നടത്തിയ പ്രവർത്തനം അത് ജനങ്ങളിൽ ഏത് തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കി? അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നു. അന്നും വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയല്ലോ. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളത് സ്വീകരിച്ചില്ലല്ലോ. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ജനങ്ങളുടെ അനുഭവം നല്ല രീതിയിൽ നാട് അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ്. ഞാനിപ്പോൾ വളരെ വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗം, നമ്മുടെ നാടിന്റെ പൊതുവായ വികസന മേഖല, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാർഷിക രംഗം, മറ്റൊട്ടേറെ രംഗങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള വളർച്ചയാണ് നമ്മുടെ നാടിനുണ്ടായത്? അതിന്റെ ഭാഗമായല്ലേ നാടിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്ന നിലയുണ്ടായത്. കഴിഞ്ഞില്ല ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിധി ജനങ്ങൾ നൽകുമ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു? ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പും ബിരിയാണിക്കകത്തെ സ്വർണവും, അങ്ങനെ പല കഥകളായിരുന്നില്ലേ പ്രചരിപ്പിച്ചിരുന്നത്? പക്ഷെ അതാണോ ജനങ്ങൾ മുഖവിലക്കെടുത്തത്? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിത്യജീവിതത്തിൽ വരുന്ന മാറ്റമുണ്ടല്ലോ. ആ നിത്യജീവിതത്തിൽ മാറ്റം വന്നല്ലോ ആ കാലത്ത്. അതിന്റെ ഭാഗമായി 2021 LDFന് തുടർഭരണം സമ്മാനിച്ചു. 21 മുതൽ 26 വരെയോ കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുന്നത്? അത് ജനങ്ങൾ അറിയരുത്. അതിനാണ് ഈ നുണകൾ പടച്ചുവിടുന്നത്. നമ്മുടെ കേരളം ഇപ്പോ ലോകത്തിന്റെ വൻ ശ്രദ്ധയിലാണല്ലോ. കാരണം ലോകത്ത് അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നല്ലേ ലോകം ആശ്ചര്യപ്പെടുന്നത്? അത് LDF ആയതുകൊണ്ടല്ലേ. എന്താണ് LDFന്റെ പ്രത്യേകത? എന്താണ് UDFന്റെയും BJPയുടെയും പ്രത്യേകത? UDFും BJPയും ഒരേ നയമാണ്. കോൺഗ്രസും BJPയും ഒരേ നയമാണ്. അതായത് ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയത്തിന്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുക. കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ. സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ്. LDF ആഗോളവൽക്കരണ നയമല്ല, ജനപക്ഷത്താണ് നിൽക്കുന്നത്. പാവപ്പെട്ടവരോടാണ് പ്രതിബദ്ധത. അതിന്റെ ഭാഗമായല്ലേ ഈ കാര്യം ആലോചിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാളും നല്ല സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ആലോചിക്കാൻ കഴിഞ്ഞോ? കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഞങ്ങളും നോക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഏതെങ്കിലും സംസ്ഥാനം നോക്കിയോ? അവിടെയാണ് വ്യത്യാസം. അതാണ് LDFന്റെ പ്രത്യേകത. ആ പ്രത്യേകത ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ എല്ലാ രംഗങ്ങളും എടുത്തോ, എത്രമാത്രം അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്? നിത്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ്? ഇത് മറച്ചു വെക്കണം. ഇതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കരുത്. മറ്റ് തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് പച്ച നുണ അവതരിപ്പിച്ചിട്ട് നുണകളുടെ ഒരു ഘോഷയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷെ അതൊന്നും ജനങ്ങളെ യേശില്ല. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണുന്നു.